അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ചെറിയ കുഞ്ഞ് കഥ പറയാനാണ്. എല്ലാവർക്കും കഥ കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നാൽ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. പണ്ടൊരു രാജ്യത്ത് ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. ഒരു ഭാഗത്തുള്ള കൂട്ടർക്ക് ഒരുപാട് ആളുകൾ ഉണ്ട് യുദ്ധം ചെയ്യാൻ. രണ്ടാമത്തെ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ യുദ്ധം ചെയ്യാനുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ഭാഗത്തുള്ള യോദ്ധാവ് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. എന്താ തീരുമാനം എന്നറിയോ? എന്താ തീരുമാനം നിങ്ങൾക്കറിയോ? ഞാനടക്കമുള്ള എൻ്റെ സൈനികരൊപ്പമുള്ള എല്ലാവരും വന്ന വാഹനം, കപ്പല് കത്തിച്ചു കളയുകയും മാത്രമല്ല, ഒന്നില്ലെങ്കിൽ നമ്മൾ വിജയിക്കും. അവരോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നമ്മൾ വിജയിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താവും, ഇവിടെ മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ തീരുമാനം എടുത്ത് ആ കപ്പലൊക്കെ കത്തിച്ച് രാജാവ് ഈ തീരുമാനം എടുത്ത് സൈനികരെല്ലാവരും, ആ കുറച്ച് സംഘം സൈനികരെല്ലാവരും തയ്യാറായി യുദ്ധത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ചെറിയ സംഘം വലിയൊരു ആത്മധൈര്യത്തോടെ എതിർവശത്ത് വരുന്ന ശത്രുക്കളെ പോരാടി. അങ്ങനെ അവര് വിജയിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാം. പിന്നീട് അവരെന്തായി? വിജയിച്ചു. അതുപോലെയാണ് പലവർക്കും പലരുടെ ജീവിതത്തിൽ തിരിച്ചു പോക്കില്ല എന്ന് വരുന്നൊരു ഘട്ടം വരാറുണ്ട്. ഒന്നില്ലെങ്കിൽ വിജയം, അല്ലെങ്കിൽ എല്ലാം ഇവിടെ നിർത്തിപ്പോകും, അല്ലെങ്കിൽ മരണം എന്നുള്ള നിലക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ എല്ലാം നിർത്തിപ്പോകും എന്നുള്ളൊരു അവസ്ഥ ഘട്ടം വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ ആളുകൾ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ കീഴടക്കിയത് ചരിത്രങ്ങളിൽ കാണാം. ഈ കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലും ഇതുപോലെ നല്ല കഥകൾ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അത് ഉപകരിക്കുന്ന കഥകളാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.